കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പള്ളിയുടെ ഊരുചുറ്റു കുരിശിൻ്റെ വഴി ഇറങ്ങിയ ദിവസമായിരുന്നു കേട്ടോ. എനിക്കിതിൽ പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇക്കൊല്ലം സാധിച്ചില്ല. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഞാനിതിൽ പങ്കെടുക്കാറില്ല കേട്ടോ. കാരണം ആദ്യക്കുട്ടനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ ടൈം തൊട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ പങ്കെടുത്തിട്ടേ ഇല്ല. അടുത്ത വർഷമെങ്കിലും പങ്കെടുക്കാൻ പറ്റണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ആദ്യക്കുട്ടനെ കൊണ്ട് പോകാൻ പറ്റാത്ത വേറൊന്നുമല്ല കേട്ടോ. ഞങ്ങളുടെ ഇടവക കുറച്ച് വലുതാണ്. അപ്പോൾ ഈ കുരിശിൻ്റെ വഴി 2-3 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ ഈ ഇടവക മൊത്തം ചുറ്റിക്കറങ്ങി ഇത് തിരിച്ച് പള്ളിയിൽ അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരമൊന്നും അതുകൂട്ട് അടങ്ങിയിരിക്കില്ല. ആൾ കുരുത്തക്കേടാണ് കുറച്ച്. പോരാത്തന്നെ എനിക്ക് ട്യൂഷൻ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. എക്സാം ടൈം ആയതുകൊണ്ട് നമുക്ക് ട്യൂഷൻ വെക്കാതിരിക്കാനും പറ്റത്തില്ല. ഈ കുരിശിൻ്റെ വഴി കാണുന്ന ടൈമിലും എൻ്റെ കൂടെ ട്യൂഷൻ പിള്ളേരുണ്ട് കേട്ടോ. അവരോടൊപ്പം നിന്നാണ് ഞങ്ങളിത് കണ്ടത്. അങ്ങനെ ആദ്യക്കുട്ടനെ ഞങ്ങൾ എല്ലാവരും കുരിശിൻ്റെ വഴിയൊക്കെ കണ്ട് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് നോക്കിയപ്പോഴാണെങ്കിൽ പോകുന്ന വഴിക്ക് ഉത്സവം നടക്കുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതും കൂടെ കണ്ട് നിന്നേക്കാന്ന് കരുതി, കുറച്ച് സാധനങ്ങൾ മേടിക്കാനല്ലേ ഉള്ളൂ എന്ന് കരുതി ഉത്സവമൊക്കെ കണ്ടു നിന്നു കേട്ടോ. പ്രത്യേകിച്ച് നിൽക്കാൻ കാര്യം ആദ്യക്കുട്ടനെ ആനയെ കാണിക്കാനായിരുന്നു. അങ്ങനെ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ എന്തായാലും അവസരം ആനയുണ്ടെന്ന് മനസ്സിലായി. ആനയൊക്കെ കാണിച്ചു കേട്ടോ. അതുകൊണ്ട് ആനയൊക്കെ കാണിച്ചപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഉത്സവങ്ങൾ, ലൈറ്റ്, പാട്ട്, ബഹളമൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ മിസ്സാക്കാറില്ല, നിന്ന് കാണും. ഞങ്ങൾക്കും ഇഷ്ടമാണ് ഇതൊക്കെ കാണാനായിട്ട്.